Assalamu alaikum. Let me welcome you all and the distinguished panel in front of us. നമ്മുടെ മുമ്പാകെ ഇന്ന് ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാനൽ നമ്മുടെ മുമ്പാകെ ഉണ്ട്. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്, ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. സാജിദ് സാഹിബ് ഉണ്ട്, അതുപോലെ അനീസ് സാഹിബ് ഉണ്ട്, റഫീഖ് സാഹിബ്. ഇതിൽ ആദ്യമായിട്ട് എന്താണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്? നമുക്ക് പലർക്കും ഓൺടർപ്രണർഷിപ്പ് അറിയാം, പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഒരുപക്ഷെ ഉണ്ടാവില്ല. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണൽ ബിസിനസ്സിൽ നമ്മൾ ചിലവാക്കുന്നത് പോലെ തന്നെ ക്യാപിറ്റൽ ഇറക്കിക്കൊണ്ട് ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനകത്ത് ഒരു പ്രത്യേക സാമൂഹിക ഉത്തരവാദിത്വം നിറവേറാൻ വേണ്ടി ലാഭം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലാഭകരമായി മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനത്തെ എങ്ങനെ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ഉണ്ടാക്കിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകലാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. ഒരു സോഷ്യൽ കോസിന് വേണ്ടി, നോട്ട് മിയർ പ്രോഫിറ്റ് മോട്ടോ എന്നുള്ളതാണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് സ്റ്റെപ്സ് എടുത്ത ഒരു ഓർഗനൈസേഷനാണ് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് പയനിയറിംഗ് സോഷ്യൽ എൻഡിവേഴ്സ് സിൻസ് ദ ലാസ്റ്റ് 2 decades ഇൻ ഇന്ത്യ. ഇതിൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ഒരുപാട് സബ് NGOs, ഒരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന CEO സാജിദ് സാഹിബ് നമ്മുടെ മുമ്പാകെയുണ്ട്. പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ വിഷനോടുകൂടി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സംഗതികളാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് സായിദ് സാഹിബ് ഒന്ന് വിശദീകരിച്ചു തന്നാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിഷൻ 2026 നമുക്കൊക്കെ അറിയുന്നത് പോലെ 2006 ആരംഭിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ ഉദ്ഗ്രഥന പ്രസ്ഥാനമാണ്. അതിന് കീഴിൽ ഇന്ന് 9 വ്യത്യസ്തമായിട്ടുള്ള NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ തുടങ്ങി ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട മസാവാത്ത് ഫൗണ്ടേഷൻ അടക്കം 9 NGOകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഈ 9 NGOകൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്തരേന്ത്യയിലും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുമാണ് വിഷൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളിലാണ് വിഷൻ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദീകരിക്കുക എന്ന ഒരു കർമ്മത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും അത്തരം കാര്യങ്ങൾ അറിയുന്നതുമാണ്. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന അർത്ഥത്തിൽ വിഷൻ്റെ പല പ്രവർത്തനങ്ങളും ആ രീതിയിൽ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ വില്ലേജ് ട്രസ്റ്റ്, അത് വളരെ പിന്നോക്കമായിട്ടുള്ള ചെറിയ ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് ആ ഗ്രാമങ്ങളിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. മൊത്തം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 42 ഗ്രാമങ്ങൾ ഇങ്ങനെ വിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ അഗ്രികൾച്ചർ, അതുപോലെ എക്കണോമിക് എംപവർമെൻറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഈ ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികമായ ഉന്നമനം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിലടക്കം തൊഴിൽ ലഭ്യമാക്കുന്ന രീതിയും നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ മേവാത്ത്, ഹരിയാനയിലെ മേവാത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശം, മോസ്റ്റ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ ആണ് നൂഹ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മേവാത്ത് റീജിയൻ എന്ന് പറയുന്ന ഹരിയാനയിലെ നമ്മളെ ഇന്ത്യൻ തലസ്ഥാനത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന, ഡൽഹിയോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശം. അവിടെ നമുക്ക് 10 ഗ്രാമങ്ങൾ നമ്മളുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മേവാത്തിലെ ആളുകൾ പൊതുവിൽ ഡ്രൈവർമാരാണ്, ഏറ്റവും കൂടുതൽ ഡ്രൈവർമാരുള്ള ഒരു പ്രദേശമാണ്. അപ്പം അവിടുന്ന് ധാരാളം ഡ്രൈവർമാരെ ഒരു കമ്പനിക്ക് കേരളത്തിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് പല കമ്പനികളിലേക്കും അതിനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു വലിയ സാധ്യതയാണ്.
അതുപോലെ തന്നെ വിഷൻ്റെ കീഴിലുള്ള മറ്റൊരു സംരംഭമാണ് സഹൂലത്ത് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഫൈനാൻസ്, പലിശരഹിത മൈക്രോ ഫൈനാൻസ് പദ്ധതിയിലൂടെ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ 57 സൊസൈറ്റികളിൽ 111 ബ്രാഞ്ചുകളിലായിട്ട് സഹൂലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മാത്രം ഈ 111 ബ്രാഞ്ചുകളിൽ നിന്ന് അതിൻ്റെ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത ലോണിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 439 കോടി രൂപയാണ്. അപ്പം ആ അളവിലുള്ള വലിയ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത്തരം സംരംഭങ്ങൾ കൊണ്ട് ആവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വിഷൻ്റെ പല പ്രവർത്തനങ്ങളും ഈ അർത്ഥത്തിൽ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ തലത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സുഹൈൽ സാഹിബ് സിദ്ദീഖ് ഹസൻ സാഹിബിനെ സൂചിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വിഷൻ 2026 അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. അപ്പോൾ ആ അളവിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ സ്വപ്നങ്ങളുണ്ടായിരുന്നു, വളരെ കൃത്യമായ വിഷൻ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു മേഖലയിലൂടെ തന്നെയാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഏതാണ്ട് പല സ്റ്റേറ്റുകളിൽ അതിന് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ 24 സ്റ്റേറ്റ്സിൽ അതിന് ചാപ്റ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ വളരെ ശക്തമായ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സബ് NGOസിനും അതിൻ്റേതായ ഓഫീസസ് ഓരോ സ്റ്റേറ്റ്സിലുണ്ട്. അത് നിങ്ങൾ അടുത്ത് അറിയാൻ ശ്രമിക്കണമെന്ന് കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂടെ അനീസ് സാഹിബ്, തൊട്ടടുത്ത് തന്നെ വിഷൻ്റെ സ്റ്റാളുണ്ട്, എല്ലാവരും അവിടെ ഒന്ന് കയറിയാൽ മതി. C11 അല്ലേ, C11 സ്റ്റാളിൽ കയറിയാൽ വിഷനിലെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊട്ടടുത്ത് അനീസ് സാഹിബ് ഉണ്ട്. അനീസ് സാഹിബ് ഗോവക്കാരനാണ്. ദിസ് ഈസ് ആക്ച്വലി എ ഹ്യൂജ് ചാലഞ്ച് ഫോർ മീ because here we have 4 of us. You are the only one who doesn't speak Malayalam. You speak Malayalam? Yeah? Korchi. Okay. Korchi. Okay. So Anis Bhai is actually running a huge business based in Goa, and they can fish, tuna and sardine fish, and they export it to almost all the continents of the planet. So they are also official partners of United Nations Peacekeeping Force and many other stuff. So we are very glad to have you, Anisa. And he and his family, his father and his brothers, all are into this business. So with your experience, he also has an in-depth knowledge about the trade, the history of trade in Muslim civilizations, and also he reads a lot. So I just wanted to begin the discussion with you on when you go into the history, Muslims have always been pioneering in the field of trade. They were the international traders of the world. But now what you see is there are other communities, other people taking on this historic responsibility, and they are doing it well. Why are Muslims lacking behind, and what is the reason behind it? Assalamu alaikum. If we see the history during our golden age, Muslim traders were across the world. Any products, be it spices, textiles, paper, it was Muslims who were doing the trading. And when they were trading, Islam spread through trade in Nigeria, in Indonesia, in Kerala, and many parts of the world. So they took Islam, and wherever they went, they were dominant in the society, not just economically, but politically and socially. Even if we see the European powers, when they spread out outside Europe, they first started with trade. When they came to India, they established the East India Company. When they went to South Africa, the Dutch, they started with a company. Then they started gaining political dominance. But now we see that Muslims are lagging behind. It's the Sindhis, the Marwadis who are dominating. Any part of the world, any country in Africa, Europe, China, you have the Sindhis and Marwadis. And one of the main reasons I feel is that there are some inbuilt values which Islam has put in us, and which we do not follow and the other communities are following. For example, this tawakkul, the faith in Taqdeer or faith in Allah. Today Muslims are very slack. You see Muslims in business, especially Hyderabad, Delhi, Bangalore, they start their businesses at 11 o'clock, and then all their offices start.
And you see the Marwadis in these 8 o'clock in the morning, even a small grocery shop, stationery, they are there. And the tawakkul has gone down. We want to work in the comfort zone. We don't want to explore the world. And if you, those people who have been to Middle East in 80s, before Lulu and Nesto were big players in Middle East, it was the Sindhis community, the Almaya group, the Choitrams group, they were in retail. But once the Malayalis went there, Malayalis have many advantages compared to the Sindhis. So then Choitrams, Almaya, they went to Africa. And Malayalis stopped in the GCC Gulf because the Malayalis, they need their they need their social life, they need good education for their kids. But Sindhis and Marwadis can manage anywhere in the world. They just need some money to, as profit. And you see, this tawakkul is one factor, and like other factors like the timings of namaz. Islam says you pray Fajr and you start your business or activity, whatever. But they follow it. Sindhis, Marwadis, they follow it. And Islam says that you start after Fajr and by Maghrib you wind up, and after Isha you have to go to sleep. These other communities are following. Our walimas and our night dawat, they start after Isha, they start at 10 o'clock. You go to Hyderabad, it starts at 11 o'clock, 12 o'clock. Then the margins. The Sindhis, Marwadis, you know, they keep very less margins. Muslims, they need more margins. The networking, helping the community, they are much far ahead of us compared to us Muslims. So there are many inbuilt values which Islam has put in us, which we are not following and they are following. And that is why they are successful. So values are universal. If they follow, they will gain success. If we follow, we'll gain the success. That was really insightful. I think that is the underlying principle of any success in a business as well, even as individuals. So coming to Rafeek Saab, Rafeek Parvadani is his name, and he's from Nadapuram. നാദാപുരം ഒരു വർഗീയ കലാപത്തിലൂടെ മുന്നോട്ട് പോയൊരു ഘട്ടത്തിൽ പിന്നെ അവിടെയുള്ള വർഗീയ അവസ്ഥക്ക് വലിയ ഒരു ശമനമുണ്ടായത് റഫീഖ് സാബ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ ചെയ്തൊരു വലിയൊരു സംരംഭമായിരുന്നു. അവിടെയുള്ള കുടുംബങ്ങളെ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഓർ റിലീജിയൻ, പിന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വലിയൊരു സംരംഭം അവർ നടത്തുകയുണ്ട്. അതിൻ്റെ പേര് ഇക്കോറ ഹോം ഫർണിഷിംഗ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിൽ പിന്നെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുക മാത്രമല്ല, ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, മറ്റ് ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾക്കുള്ളിൽ വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കും അതുപോലെ തന്നെ പിന്നെ എൻഗേജ്മെൻറ്റിനും അത് കാരണമായി തീരുകയും അത് നാട്ടിലുള്ള അവസ്ഥക്ക് തന്നെ ശമനം, നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾക്ക് ശമനം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇക്കോറ ഹോം ഫർണിഷിംഗ് ആൻഡ് ഫാഷനെ കുറിച്ച് റഫീഖ് സാഹിബ് ഒന്ന് പറഞ്ഞു തന്നായിരിക്കും. അസ്സലാമു അലൈക്കും. സുഹൈൽ സാഹിബ് പറഞ്ഞു നാദാപുരം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പ്രതിനിധീകരിക്കുന്ന നാദാപുരത്തിൻ്റെ ഒരു ഭാഗമാണ്. നാദാപുരം എന്ന് പറയുന്ന വലിയൊരു ഏരിയ ആണ്. ഏതാണ്ട് 15ഓളം പഞ്ചായത്തുള്ള ഏരിയ ആണ്. ഞാൻ 2015-2016 നാദാപുരത്തിൻ്റെ ഒരു ഭാഗമായ തൂണേരിക്കടുത്തുള്ള വെള്ളൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വലിയൊരു വർഗീയ കലാപത്തിന് വിധേയമാവുകയായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 100ഓളം വീടുകൾ പൂർണ്ണമായി കത്തിക്കുകയും 100ൽ പരം വീടുകൾ ഭാഗികമായി നശിപ്പിക്കുകയും 2 യുവാക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് 2000 വീടുള്ള ഒരു പ്രദേശമാണ്. 2000 വീട് എന്ന് പറയുമ്പോൾ 300ൽ പരം മുസ്ലിം വീടുകളും 1700 മുസ്ലിങ്ങളല്ലാത്തവരും കൂടുതലും നിർദ്ധരായ ഒരു ഏരിയ ആണ്. ആ ഏരിയയിലായിരുന്നു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് ശേഷം ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് സ്ഥായിയായ ചില കാര്യങ്ങൾ വേണമെന്ന് ബോധ്യപ്പെട്ടത്. അതിലൊന്നാമതായിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വരാനുള്ള ഒരു സെൻറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവർക്കും വരാനുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത്. ശേഷം അതോടൊപ്പം തന്നെ വേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കി, ഒന്ന് തൊഴിൽ മേഖലയിൽ അവിടെയുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു തൊഴിൽ മേഖല വ്യാപിച്ചെടുക്കുക, ഒരു വ്യവസായശാല യൂണിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്. പിന്നെ വേറൊന്നുള്ളത്
മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ശാക്തീകരണമായിരുന്നു. മൂന്നാമത് ഉള്ളത് പിന്നെ ആക്ടിവിറ്റീസുകൾ, കലാകായിക മേഖലയിലൊക്കെയും നല്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവർക്കും വരാൻ പറ്റുന്ന കലാകായിക മേഖലകൾ, പിന്നെ അതേപോലെ തന്നെ ഫുട്ബോൾ ടർഫ്, പിന്നെ പാർക്ക്, വനിതകൾക്കായിട്ടുള്ള പ്രത്യേക ഗ്രൗണ്ട്, ഇതൊക്കെ സജ്ജീകരിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്കോറ ഹോം ഫർണിഷിങ്ങിനെ പറ്റിയിട്ടാണ്. പിന്നെ ആ സന്ദർഭത്തിൽ വ്യവസായ യൂണിറ്റിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റായിട്ടായിരുന്നു, ഒരു പരിപാടിയായിട്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു ടൈലറിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വ്യവസായശാല എന്നുള്ളത്. അങ്ങനെയാണ് എക്കോറ ഹോം ഫർണിഷിങ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നവിടെ 150ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിൽ തന്നെയുള്ള സ്ത്രീകളാണ് ജോലി ചെയ്ത് വരുന്നത്. അവിടെ പിന്നെ ഇന്ന് എക്കോറയുടെ സാധനങ്ങൾ, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റുകൾ കേരളത്തിലും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലും ഇന്ന് അതിൻ്റെ യൂണിറ്റും അതിൻ്റെ ഓഫീസും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എക്കോറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അതുകൊണ്ടുണ്ടായ പോസിറ്റീവായ കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടിലുള്ള സ്ത്രീകൾ അവിടെ വന്ന് ജോലി ചെയ്യുക, അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി എംപവർമെൻറ്റും കൂടിയും അവിടെ നടക്കപ്പെടുന്നുണ്ട്. അതിനെ പിന്നെ ആ എക്കോറ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 2 വർഷം മുമ്പ് എക്കോറയിൽ അവിടെ പ്രവർത്തിക്കുന്നവരുമായി അവരുടെ സ്റ്റാഫുമായി അവർക്കൊരു പ്രത്യേകമായിട്ട് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അവർക്ക് ഞങ്ങളൊരു പിന്നെ അവർ വീട്ടിൽ നിന്ന് കവറിൽ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ തീർച്ചയായിട്ടും കവറിൽ എഴുതി കൊണ്ടുവന്ന കാര്യങ്ങൾ ചുരുക്കി പറയാന്ന് വെച്ചാൽ, പിന്നെ ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് തന്നെ ഞങ്ങളൊരു കോളേജ് ലൈഫ് കിട്ടി എന്നുള്ളതാണ് അവർ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് അവർ പറഞ്ഞു സാമൂഹ്യ ബന്ധങ്ങൾ. നേരത്തെ ഞങ്ങൾ മുസ്ലിം ഹൈന്ദവരെന്നൊക്കെ പറഞ്ഞിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ കൊണ്ട് കുറേ തെറ്റിദ്ധാരണ നീക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടു. പിന്നെ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു തൊഴിലാളി മുതലാളി എന്നുള്ള കുറേ കേട്ടുകേൾവിയല്ലാതെ അതിന് വിഭിന്നമായി നല്ല ഒരു മാനസിക ബന്ധങ്ങളുള്ള ഒരു സ്ഥാപനം എന്ന നിലക്കാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ അടുത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പിന്നെ നമ്മുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ പോലീസ് സ്റ്റേഷനിൽ പിന്നെ എക്സിബിഷൻ കാണാൻ വന്ന പോലീസ് ടീം യഥാർത്ഥത്തിൽ അന്ന് പിന്നെ സ്ഥാപനം എക്സിബിഷനപ്പുറം ഫാക്ടറി സന്ദർശിക്കുകയും അവസാനമായി അവർ ചുരുക്കി പറഞ്ഞത്, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായി, വളരെ എനർജിക്കായി, നല്ല ഒരു പിന്നെ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് അവർ ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലെ സോളിഡാരിറ്റിയിൽ നിന്നൊക്കെ കിട്ടിയ പ്രചോദനവും പ്രോത്സാഹനവും ആയിരുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. മാഷാഅല്ലാഹ്. നാദാപുരം പോലെ ഒരുപാട് നമ്മുടെ നാട്ടിൽ, കേരളത്തിന് പുറത്തും ഇതുപോലെ സാമുദായികമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വർഗീയ ലഹളയുടെയും അതല്ലാതെയുമുള്ള അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പിന്നെ അവസ്ഥകളുള്ള നാടുകൾ അവർക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാനും പാഠം ഉൾക്കൊള്ളാനുള്ളൊരു വലിയൊരു പദ്ധതി തന്നെയാണ് എക്കോറ എന്ന് പറയുന്നത്. ECORA എക്കോറ. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ, ഞാൻ ഏകദേശം 20 വർഷമായിട്ട് ഡൽഹിയിലാണ്. ഉത്തരേന്ത്യയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ UP, ഗുജറാത്ത്, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ആസാം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി, അവിടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള മുസ്ലിം ലേബേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ എക്സ്ട്രീംലി സ്കിൽഫുൾ ജോബ് ചെയ്യുന്ന ആളുകൾ. നിങ്ങൾക്കൊരിക്കലും സാധാരണഗതിയിൽ ഇത് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് മെഷീൻ കൊണ്ടല്ല ഉണ്ടാക്കിയത്, കൈ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടി ആ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ അതിൽ ചിലത് ഞാൻ ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ഒരുപക്ഷെ കേരളത്തിലെ ബിസിനസ്സുകാർക്ക് പിന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇന്ത്യക്കകത്തുള്ള വ്യത്യസ്തങ്ങളായ മുസ്ലിം കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിം എംപവർമെൻറ്റിനെ കുറിച്ചും കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിനെ കുറിച്ചും പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഇങ്ങനെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എങ്ങനെ കഴിയും നിങ്ങൾ ആലോചിക്കണം. അത് പിന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷനിലൂടെ കേരളത്തിലുള്ള ബിസിനസ്സുകാർക്ക് എങ്ങനെ പിന്നെ അതിൻ്റെ ഉപകാരം, അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ച് സായി സാരോട് ഞാൻ ചോദിക്കും. പിന്നെ വീവിങ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പിന്നെ നിങ്ങളുടെ പിന്നെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, ഇതിലേറ്റവും നല്ല കലാകാരന്മാർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ അകത്ത് ലക്നൗ, അതുപോലെ തന്നെ വാരണാസി, മുബാറക്പൂർ, ഈ 3 സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക്
ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, കളറിങ്ങിൽ, അതിൻ്റെ അകത്തുള്ള ആർട്ട് വർക്കിൽ എല്ലാം ഏറ്റവും വലിയ നൈപുണ്യം അവർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കാരണം നൂറ്റാണ്ടുകളായിട്ട് ഇവർ ചെയ്യുന്ന, തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഭീവണ്ടി, മഹാരാഷ്ട്രയിലെ ഭീവണ്ടി, അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പിന്നെ ഒരു വലിയൊരു തലമുറ, ഒരു വലിയൊരു വിഭാഗം ആളുകളെ ഈ മേഖലയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെതർ ടാനിങ് ആൻഡ് ഫുട്വെയർ, ബെൽറ്റ്, അതുപോലെ പിന്നെ ബാഗ്, അതുപോലെ ഫുട്വെയർ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ലെതർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലുതാണ് പിന്നെ കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂർ, അതുപോലെ തന്നെ മുറാദാബാദ്, അതുപോലെ തന്നെ ചെന്നൈ. ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല കാരിഗറിനെ, ഏറ്റവും നല്ല വർക്കേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൈദരാബാദിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൽവർ ഇൻലേ ആൻഡ് മെറ്റൽ വർക്ക്സിലും സിൽവർ ഇൻലേ, നിങ്ങളുടെ ഗോൾഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സിൽവർ വർക്ക്സ്, അതിൻ്റെ പിന്നെ ആളുകളെ നിങ്ങൾക്ക് കിട്ടും ഓർണമെൻറ്റ്സിൽ, ജ്വല്ലറിയിൽ. അതുപോലെ പിന്നെ ഫുഡ് ആൻഡ് കൾനറി ആർട്സ്, ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ, ഇന്ത്യയിലെ ഫുഡ് ക്യാപിറ്റൽ ഏതാണ്? ഹൈദരാബാദിലുള്ള ആളുകളെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആർട്ടിസൻസ് ആൻഡ് ജ്വല്ലേഴ്സ് ജയ്പൂരിൽ നിങ്ങൾ കിട്ടും. രാജസ്ഥാൻ മെവാത്തിൽ ഏറ്റവും നല്ല സ്റ്റോൺ മേസൻസിനെ നിങ്ങൾ കിട്ടും, കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ. അത് ഇന്ത്യക്കകത്തും പുറത്തും പോകാൻ അവർ തയ്യാറാണ്. നേരത്തെ സായി സാഹിബ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ട, മെവാത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ അലിഗഡ്, പിന്നെ അലിഗഡിലെ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, ഹിഞ്ചസ്, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും മുന്നിലുള്ളത്. അതുപോലെ ഗുജറാത്തിനകത്ത് ബോറ ആൻഡ് ഖോജ കമ്മ്യൂണിറ്റി, അവർക്ക് ഷിപ്പിംഗ്, മറൈൻ ട്രേഡിൽ അവർ അധികായന്മാരാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിനകത്ത് ഫിഷിംഗ് ആൻഡ് കോക്കനട്ട് ബേസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ അവർ ഉഷാറാണ്. അതുപോലെ സൂറത്തിനകത്ത് ഡയമണ്ട് കട്ടിംഗ് ആൻഡ് പോളിഷിംഗ്, ഡയമണ്ട് കട്ടിംഗ് ആൻഡ് പോളിഷിംഗ് കമ്പനികളൊക്കെ ഓൺ ചെയ്യുന്നത് മാർവാടികളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെയുള്ള സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ മുംബൈ, ബോംബെയിൽ ഹോജ കമ്മ്യൂണിറ്റി, ബോറ കമ്മ്യൂണിറ്റീസ്, ട്രേഡിംഗ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, അവരെ വെല്ലാൻ ആരുമില്ല. അതുപോലെ ദൈവബന്ധിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഇസ്ലാമിക് സ്കോളേഴ്സിനെ നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ ബേസിക്കലി ഇസ്ലാമിക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ റിലീജിയസ് മെൻറ്റേഴ്സ് എന്ന് പറയാവുന്ന. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഇൻഡസ്ട്രി മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ പൊസസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലാണ് ഈ സമ്മിറ്റ് നടക്കുന്നുള്ളതുകൊണ്ട് കേരളത്തിലുള്ള ബിസിനസ്സുകാർക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം വിഷനിലൂടെ തന്നെയും എന്ന് അതിനെക്കുറിച്ചൊന്ന് വിളിച്ച വിഷയം നന്നായിരിക്കും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷനാണ് ഇപ്പോൾ സുഹൈൽ സാഹിബ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് വർഷം മുമ്പ് വന്ന ഒരു മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള 90 ജില്ലകൾ, ആ 90 ജില്ലകളിൽ 66 ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ്. ഈ ജില്ലകളൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്കില്ല് അവിടുത്തെ ആളുകൾക്കുണ്ട്. അതേസമയം പല കാരണങ്ങളാൽ, നമുക്കൊക്കെ അറിയുന്ന കാരണങ്ങളാൽ ഈ ആളുകൾക്ക് അതിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കുന്നില്ല. അവരെന്നും ആ കുലത്തൊഴിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ, ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ മേലെയുള്ള തട്ടുകളിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലാഭം യഥാർത്ഥത്തിൽ കൊയ്തു പോകുന്നത്. അപ്പോൾ എൻ്റെ അലീഗഡിലെ ആദ്യ യാത്രയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. SIO കാലത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ചെരുപ്പ് കുത്തിയിട്ട് അടുത്ത് കാല് വെച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പെൻസിൽ കൊണ്ട് കാലിൻ്റെ അളവ് എടുത്തു. അങ്ങനെ 2 കാലിൻ്റെ അളവ് എടുത്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹിയിലേക്ക് നല്ല ഒരു ലെതറിൻ്റെ ഷൂ തുന്നിയിട്ട് അയച്ചു തന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ച ഒരു ഷൂ അതായിരുന്നു, ഒരു ലെതറിൻ്റെ ഷൂ, കൈകൊണ്ട് തുന്നി തന്ന സാധനം. അതുപോലെ ഇപ്പോൾ കാൺപൂരിലെ പിന്നെ തോലിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് കാൺപൂരിൽ പോയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മാംസം പിന്നെ സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം സന്ദർശിക്കാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ ഞാനത് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ട ആളുകളാണ് പിന്നെ കേരളത്തിലുള്ള നിങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ മാംസം ശേഖരിക്കുന്നതിന്, അതല്ലെങ്കിൽ ഉരുക്കള വാങ്ങുന്നതിന് അത്തരം ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരം ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കവിടെ ബന്ധപ്പെട്ടാൽ വളരെ നല്ല രീതിയിൽ ഉരുക്കളെ അവിടുന്ന് കിട്ടും. ഇനി ഉരുക്കളെ അവിടുന്ന് കിട്ടുകയും അവിടുന്ന് മാംസം സംസ്കരിച്ച് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട്.
അപ്പോൾ ആ നിലക്ക് ശരിക്ക് ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറെ കൂടി മെച്ചപ്പെട്ട പ്രോസസ്സിങ്ങോ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സോഴ്സിൽ നിന്നല്ല, ഏറ്റവും താഴെയുള്ള സോഴ്സിൽ നിന്നല്ല നമ്മളുടെ ബേസിക് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരു 2-3 തട്ടിന് ശേഷമാണ് അത് കളക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കുന്ന അതിന് കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇടത്തട്ടുകാരുടെ കോസ്റ്റ് കൂടെ ചേർത്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ അലിഗഡിൽ നിന്ന് നേരിട്ട് പോയി ലോക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. ലുധിയാനയിൽ നിന്ന് സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകളുണ്ട്. പഞ്ചാബിലെ ലുധിയാന സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്കില്ലുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ അവരുടെ ലേബറിനെ സ്വീകരിക്കുക എന്ന് പറയുന്നതിലൂടെ 2 കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു വിൻ വിൻ മോഡൽ അതിലുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മിഡിൽ മാനിൽ നിന്ന് നിങ്ങളുടെ റിസോഴ്സ് സ്വീകരിക്കുന്നെങ്കിൽ അതിന് പകരം ഈ പറയുന്ന ആ സോഴ്സിൽ പോയാൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലാഭം വർദ്ധിക്കുന്നു. അതേസമയം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ലെയറിന് അതിൻ്റെ ഒരു അധിക മെച്ചം കിട്ടുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു വിൻ വിൻ സാധ്യത അതിലുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി ഇവിടെ ഇരിക്കുന്ന ആളുകളോട് സജസ്റ്റ് ചെയ്യുക, ഇന്ന് നിങ്ങളൊക്കെ ആ തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരം സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യണം. നിങ്ങൾ കൂടുതൽ ആളുകൾ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഉത്തരേന്ത്യയിൽ ഇത്തരം സ്ഥലങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ കുറച്ച് യാത്ര ചെയ്താൽ നമ്മളൊക്കെ എപ്പോഴും തമാശയായിട്ട് പറയാറുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കേരളം ഇന്ത്യയിലല്ല. I always say Anis bhai that we are not part of India. നമ്മൾ വേറെ തന്നെ ഒരു രാജ്യമാണെന്ന് തോന്നിപ്പോവും. ആ അർത്ഥത്തിലാണ് നമ്മൾ പുറത്ത് സഞ്ചരിച്ചാൽ നമുക്ക് എപ്പോഴും തോന്നുക. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കണ്ടും പരിചയിച്ചും ശീലിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളുണ്ടാവുക. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയുകയാണ്. ഈ മേവാത്തിലെ തന്നെ കഥ പറഞ്ഞാൽ, മേവാത്തിലെ ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ സാക്ഷരത എന്ന് പറയുന്നത് വളരെ താഴെയാണ്. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ഗ്രാമങ്ങളിലും വിഷൻ്റെ കീഴിൽ അഡൽട്ട് ലിറ്ററസി സെൻറ്റർ, നമ്മളെ പഴയ സാക്ഷരതാ ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ പോലും നിരക്ഷരരാണ്, ബിലോ 30. അപ്പോൾ അങ്ങനെയുള്ളൊരു അഡൽട്ട് ലിറ്ററസി സെൻറ്ററിൽ ഒരു ദിവസം പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇറങ്ങുമ്പോൾ വളരെ കാഷ്വലായിട്ട് പറയണം, ഇവരോടൊന്നും പറഞ്ഞാൽ കേൾക്കൂല, മണ്ണ് തിന്നാണ് ഇവരെന്ന് പറഞ്ഞു. മണ്ണ് തിന്നാണ്, പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി മണ്ണ് തിന്നരുത് എന്നുള്ളത്. പക്ഷെ അത് പറയുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് മണ്ണ് എന്തുകൊണ്ടാണ് തിന്നുക. മണ്ണ് തിന്നുക എന്ന് പറയുന്നത് വളരെ ടിപ്പിക്കലായിട്ടുള്ള അനീമിയ എന്ന് പറയുന്ന ഡിസോർഡറിൻ്റെ സിംറ്റമാണ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് ഡൽഹിയുടെ അടുത്തായതുകൊണ്ടും ഡൽഹിയിൽ വിഷൻ്റെ കീഴിൽ വളരെ മികച്ച ഒരു ഹോസ്പിറ്റൽ അൽ-ഷിഫ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ച തന്നെ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉള്ള ഏർപ്പാട് നമ്മൾ ചെയ്യുകയും ആ അടുത്ത ആഴ്ച മെഡിക്കൽ ക്യാമ്പ് നടത്തി നോക്കുമ്പോൾ ഈ പറഞ്ഞ മണ്ണ് തിന്ന സ്ത്രീകൾക്കൊക്കെയും HB ഹീമോഗ്ലോബിൻ ലെവൽ ബിലോ 5 ആണ്, 5-ൽ താഴെയാണ്. അപ്പോൾ അതാണ് അവരുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം ഈ ആളുകൾക്കൊക്കെ എന്തെങ്കിലും സ്കില്ലുണ്ടാവും. ഞാൻ പറയുന്നത് ഇത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മാത്രമേ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളുന്ന സന്ദർഭത്തിൽ അവരുടെ സ്കില്ലുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒന്നെങ്കിൽ അവരുടെ ലേബർ നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനനുസരിച്ച് അവിടെ പോയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പല രീതിയിലും അത് ആലോചിക്കാം. ഞാനത് പറയുന്നത് ഇപ്പോൾ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മോഡേൺ വില്ലേജ് ട്രസ്റ്റോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഗുലറായ റുട്ടീനായ ആക്ടിവിറ്റിക്ക് പുറമെ നിങ്ങളുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ആശയങ്ങളോ ഉണ്ടെങ്കിൽ പറയുന്ന വളരെ ഓപ്പണായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മെച്ചങ്ങളാണുള്ളത്. ഒന്ന്,
നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കതിൽ ലാഭം വർദ്ധിക്കും, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ലോക്ക് വാങ്ങുന്നത്, നിങ്ങളുടെ ലോക്കിൻ്റെ ഷോപ്പിലേക്ക് നിങ്ങൾ ലോക്ക് വാങ്ങുന്നത് കോയമ്പത്തൂരിൽ നിന്നോ പാലക്കാട് നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നാണെങ്കിൽ 100 രൂപക്കാണ് വാങ്ങുന്നതെങ്കിൽ ഇതേ സാധനം നിങ്ങൾ അലിഗഡിൽ പോയി വാങ്ങിയ 25 രൂപക്ക് സാധനം കിട്ടും. വണ്ടിക്കൂലിയും ചേർത്താൽ 35 രൂപ, 65 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. നിങ്ങളുടെ ലാഭം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ കൂടെ ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ സാമൂഹ്യ സംരംഭത്തിൽ നിങ്ങൾ പങ്കാളികളാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ് കൂടിയാണ്. അപ്പോൾ സംരംഭകരായിട്ടുള്ള ആളുകളോട് വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളുടെ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് സ്കീമുകൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. യെസ്, ഈ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിൻ്റെ ലാൻഡ്സ്കേപ്പ്, ഇന്ത്യയിലെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. ഇപ്പോൾ അമുൽ എന്ന് പറയുന്നൊരു സ്ഥാപനം നമുക്കെല്ലാവർക്കും, അമുലിൻ്റെ പാൽ നമ്മൾ കുടിക്കാറുണ്ട്. അതൊരു അബ്രിവിയേഷനാണ്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അമുലിൻ്റെ ഫുൾ ഫോം. ആനന്ദ് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ അകത്തുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്തുള്ള മിൽക്ക് യൂണിയൻ, അവിടെയുള്ള ക്ഷീര കർഷകരുടെ ഒരു യൂണിയനാണ് അമുൽ എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമ്മുടെ കേരളത്തിലാണ് ആൾ പോയിട്ട് ചെയ്തത്. ആണ് ഏറ്റവും വലിയ അഭിമാനകരമായ സംഗതി. ആരാണ്? വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ സാറ് ഇവിടുന്ന് പോകുന്നു. എവിടത്തേക്ക് പോകുന്നു? ഗുജറാത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ഗുജറാത്തിലെ ആനന്ദിലുള്ള ക്ഷീര കർഷകരെ ഒന്നടങ്കം വിളിച്ചു കൂട്ടിയിട്ട് അതിന് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നിർണ്ണയിക്കുകയും അത് ഉൽപ്പാദനത്തിന് കൃത്യമായ നല്ല സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുകയും എന്നിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 പ്രകാരം അദ്ദേഹം ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ സ്ഥാപനത്തിലേക്ക് മെമ്പർഷിപ്പ് ആയിട്ട് ഈ ക്ഷീര കർഷകരെ ചേർക്കുന്നു. എന്നിട്ട് ഈ മെമ്പേഴ്സ് അവരുടെ കയ്യിലുള്ള പാല് ഉൽപ്പന്നങ്ങൾ അവരിവിടെ സപ്ലൈ ചെയ്യും. പാല് തന്നെയും അതിന് ചില വാല്യൂസ് അവർ കൃത്യമായിട്ട് മീറ്റർ നോക്കി അളന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരിലേക്ക് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അമുൽ എന്ന് പറയുന്ന സ്ഥാപനം ഹൺഡ്രഡ്സ് ഓഫ് ഡയറി പ്രൊഡക്ട്സ് അത് ഓരോ ദിവസവും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലാഭം ഇറ്റ്സ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ സെയിം ഫാമേഴ്സ്, ദ സെയിം കാറ്റിൽ ഫാമേഴ്സ്. ഈ ഡയറി ഫാമേഴ്സിന് അത് തിരിച്ചു കൊടുക്കുന്നു. അവർ സപ്ലൈ ചെയ്ത പാലിൻ്റെ പൈസ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്ഥാപനം ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത്രയും പ്രൊപ്പോർഷൻ, അവരെത്രയാണോ കോൺട്രിബ്യൂട്ട് അത്രയും പ്രൊപ്പോർഷൻ അവർക്ക് ലാഭമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ ഒരുപക്ഷെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ ക്ഷീര കർഷകരല്ലാത്തവർ ആനന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ക്ഷീര കർഷകരായിട്ട് മാറുന്നത്. അത് പിന്നീട് വ്യാപിച്ചു. ഗുജറാത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അമുലിലേക്ക് സാധനങ്ങൾ കളക്ടിങ് സെൻറ്റേഴ്സ് ഉണ്ടാക്കുകയും അങ്ങനെ കളക്ട് ചെയ്യുകയും അങ്ങനെ ലോകത്ത് തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയറി പ്രൊഡക്ട്സിൻ്റെ ഒരു സ്ഥാപനമായിട്ട് അമുൽ വളരുകയാണ്. ഇത് മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ സാറാണ് തുടങ്ങിയതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത്, ലേബർ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് LCCS എന്ന് പറയുന്ന സ്ഥാപനം. ഇത് വലിയൊരു OLCCS എന്ന് പറയുന്ന സ്ഥാപനം. ഇത് വലിയൊരു സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിക്കുകയും വലിയ കോൺട്രാക്ട്സ്, ഈവൻ ഗവൺമെൻറ് കോൺട്രാക്ട്സ് പോലും എടുക്കുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് ഊരാലുങ്കൽ കഴിഞ്ഞ ഒരു 2 ഡെക്കേഡിനുള്ളിലാണ് വളർന്ന് വികസിച്ചത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം കോപ്പറേറ്റീവ് സെക്ടർ, അനീസ് ഭായ്, there are other methods. For instance, cooperative sectors are naturally, obviously, it's like pulling a train. It's actually a social cause, and one person will have to have martyrdom. He should spend his whole life for a social cause, which may not be inspiring for many of us. But apart from this, given the situation that there are a lot of skilled laborers across India, how can we make use of it? How can we give them employment and then start a huge business? Is there any other models or any other cooperative corporations, not only cooperative corporations, maybe private entities, which has made use of these skills of these villagers? Suhail, my last question, you were discussing about
different areas, Muslim areas in North India, which are majorly Muslim skills, and how do we develop them? So we see that like even Bellary is the jeans capital of India. Most of the jeans are produced, Indian jeans are produced in Bellary. There are around 1900 job manufacturing companies in Bellary, and almost everybody, majority, more than 90% are Muslim job workers. And the Sindhis, they give them the raw material, and they don't give one company full jeans contract. One company they will give right leg just stitching. One company they will give stone washing. One company they will give just to put the buttons. And after making use of 4 or 5 companies, they'll put their brand and they'll sell it in the market. So when we had gone there, the Muslims, there were some SIO people who were trying to rebuild those people and find a market. And they were telling us that we don't know where this jeans is going. They are giving us the raw material, we are manufacturing them, and they are taking it from us. And we know that it is selling at a very high price, but we are just hand to mouth, just slave manufacturing. So we are doing this for 20 years, 30 years, our fathers were doing this, but we see that we are not developing. And one of the main reason is the market. Anybody who has the market can develop an entire community. The Sindhis, the Marwadis, the other communities, they have the market and they can produce n number of people who can work for them. So even this big brands like you take this Raymond brand, which have their Park Avenue, Raymond, all this different brand, they employ around 20,000 people. All small job working companies, they make them and they sell it under their brand. Aditya Birla, which has pantaloons, Alan Solly, Louis Philippe, all these shirts which we wear, they produce around, they employ around 15,000 laborers. So then we have this Bombay Dining and Trident brand, Wellspun brand. All these are textile brands which are very famous in India. And once you create a brand, and that brand needs so much clothes that you can employ around 50,000, 60,000 people. So we as a community don't know the power of branding. For another example, during COVID, when all the transporters were shut down, only 4 or 5 transporters were allowed. And one such company was Delivery. And since we have our market in Northeast India, so we were supplying through Delivery transport. And somewhere around September second week, maybe 12th, 13th, the business development manager had come to our office. And he told me that Diwali is still 2 months ahead. November 13th, 14th is Diwali, and 2 months before, he said that Haldirams, everybody might have heard all these snacks and all what we eat. Today at Haldiram, around 180 trucks are being dispatched. We are supplying them 34 trucks of 21 metric tons, and total 180 trucks of Haldirams are being dispatched from Nagpur factory. Nagpur is the biggest Haldiram factory, but they have other factories also. And he told me that as whenever Diwali will be closer, there will be more dispatches. So one company, you imagine every day 180 trucks, 200 trucks they are dispatching. So that is the power of branding. There are millions of people who are doing bhujiyas and other snacks everywhere. Across India you will find. And Haldiram is not the only brand. There are similar powerful brands like Balaji, Bikano, and many other brands. So once you become a brand, you can uplift a community, you can uplift any society. So this power of branding, we as a community, like now we have some good names like Mustafa from ID Foods, who is a brand. So once you develop the brand, so that is the key. We have the skills. All the North Indian cities like Muradabad or Bhiwandi or Kanpur, Agra, we have skilled people. But we don't have people who can take the risk. Like when we were supplying to the United Nations, the contractor who got the contract for us was the Malayali. So he's from Kerala, and he got a contract to supply around 400 products. So those 400 products he will subcontract. They will subcontract.
So once you reach at that level where you are big in trade, you are supplying to the big corporates like United Nations or Red Crescent or all these organizations. So once you have the market, once you have the power of buying, you can uplift any community in any field. So we as a community should understand the power of branding and trading. ഈ ഒരു മേഖലയിൽ വിഷൻ 2026 നമ്മുടെ മുമ്പാകെ വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. ഒന്ന് മസാവാത്ത് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഈ പിന്നെ മോഡൽ വില്ലേജ് പ്രൊജക്റ്റിൻ്റെ അകത്തുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എംബഡഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ്. അതിനെക്കുറിച്ച് ഒന്ന് കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. മസാവാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക? മസാവാത്ത് വിഷൻ്റെ കീഴിലുള്ള ഏറ്റവും അവസാനത്തെ ഏറ്റവും ശിശുവായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. മസാവാത്ത് ലൈവ്ലിഹുഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ 8 കമ്പനിയാണ്. മസാവാത്ത് അല്ലാത്ത ബാക്കി എല്ലാ 8 NGOസും ട്രസ്റ്റുകളാണ്. അപ്പോൾ ഇപ്പോഴുള്ള നമ്മളുടെ നാട്ടിലുള്ള സാമൂഹ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് NGO സെക്ടറിനെ ഭയങ്കരമായിട്ട് സർക്കാർ നിരീക്ഷിക്കുകയും സർക്കാരിൻ്റെ കൈകൾ NGO സെക്ടറിലേക്ക് വരികയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിൽ കൂടിയാണ് സെക്ഷൻ 8 കമ്പനി എന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പോകാൻ ആലോചിക്കുന്നത്. കാരണം പലപ്പോഴും ഈ ടാക്സ് എക്സംഷൻ, ടാക്സ് ഇളവ് കിട്ടുന്ന 12A ടാക്സ് എക്സംഷൻ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ 80G നഷ്ടപ്പെടുക ഒക്കെ പറയുന്ന സന്ദർഭത്തിലാണ് ഒരു സെക്ഷൻ 8 കമ്പനിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം മസാവാത്ത് അടിസ്ഥാനപരമായിട്ട് ലൈവ്ലിഹുഡ് ഫൗണ്ടേഷൻ എന്ന തരത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന്, പിന്നെ അല്ലെങ്കിൽ ആളുകളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി പിന്നെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ. അപ്പം അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പീപ്പിൾസ് ഫൗണ്ടേഷനൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള രീതിയിൽ തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ സമയത്തായിരുന്നെങ്കിൽ സൈക്കിൾ റിക്ഷ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇന്ന് സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത് ഏറെക്കുറെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റിക്ഷയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ റിക്ഷ പിന്നെ കൊടുക്കുന്നു. ആ ഈ റിക്ഷ കൊടുക്കുന്നതിന് അവരിൽ നിന്ന് അതിൻ്റെ പണം തവണകളായിട്ട് തിരിച്ച് വാങ്ങുകയും എന്നിട്ട് അത് അവരുടെ തന്നെ സ്വന്തമായി കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്ന രീതി. അപ്പോൾ ഈ റിക്ഷകൾ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചെറിയ കച്ചവടത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളെ വാങ്ങിക്കൊടുക്കുക, കോഴി വളർത്തൽ, കട വളർത്തൽ, അല്ലെങ്കിൽ ആടുമാടുകൾ, ഇങ്ങനെയുള്ള പല രീതികളും മസാവാത്തിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഉള്ള പ്രത്യേകമായ പശ്ചാത്തലത്തിൽ വിഷൻ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ചില പ്രവർത്തനങ്ങളെ കൂടി ഒരു കമേഴ്ഷ്യലായ സ്വഭാവത്തിൽ എങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാരണം ഇപ്പോൾ വിഷൻ എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിൽ വരുന്ന കുറേ പദ്ധതികളുണ്ട് സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ വിഷന് സംഭാവന നൽകുന്നു, ആ സംഭാവന വിഷൻ അതിൻ്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സംഭാവന എന്നുള്ളത് ഇപ്പോൾ നിയമപരമായ കുരുക്കുകൾ മുറുകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒരു രൂപമാറ്റം നടത്തിക്കൊണ്ട് അതിനൊരു ഒരു സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ രൂപത്തിലേക്ക്, അതായത് ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആക്കി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും മസാവാത്തിൻ്റെ കീഴിൽ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യമായ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിന് ഉതകുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഓക്കെ, റഫീഖ് സാഹിബ്, നമ്മുടെ ഇക്കോറ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായ മാറ്റം, നിങ്ങളെ നാട്ടിലും പ്രദേശത്തും ഉണ്ടാക്കിയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്താണ് ഇക്കോറയുടെ ബിസിനസ് മോഡൽ? നിങ്ങൾ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? അതിൻ്റെ ബയേഴ്സ് ആരാണ്? അതുപോലെ തന്നെ അതെങ്ങനെയാണ് അത് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടത് പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണത് ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പറയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഏതൊരു വ്യവസായത്തെ പറ്റി പറയുമ്പോൾ ആദ്യം അവരുടെ സാധ്യത അനുസരിച്ച് കൊണ്ടാണ് എല്ലാവരും വ്യവസായം തുടങ്ങുക. എന്നാൽ എക്കോറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ഒരു വ്യവസായം എന്നുള്ളതാണ് എക്കോറ ആദ്യം എക്കോറയെ തുടങ്ങാൻ കാരണമുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം, ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ സാധാരണ ഏതൊരു വ്യവസായം തുടങ്ങുമ്പോൾ കുറേ അനുഭവ സമ്പത്തിൻ്റെ പശ്ചാത്തലമായിരിക്കും.
അതല്ലെങ്കിൽ നാട്ടിൽ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വ്യവസായങ്ങളെ അനുഗമിച്ചായിരിക്കും ഒരു വ്യവസായം തുടങ്ങുക. യഥാർത്ഥം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ വേറെ മേഖലയിലായിരുന്നു. എന്നാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു തൊഴിൽ തുടങ്ങുക, പ്രത്യേകിച്ചിട്ട് കുറേ സാമ്പത്തികമായ പിറകോട്ടുള്ള കുറേ കുടുംബങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരെ ശാക്തീകരിക്കുവാൻ വേണ്ടി, സാമ്പത്തികമായി ശാക്തീകരിക്കുവാൻ വേണ്ടിയും അവരെ നല്ല സാമൂഹ്യമായ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്കാണ് നമ്മൾ എക്കോറ തുടക്കം കുറിക്കപ്പെട്ടത്. ആദ്യം ഞങ്ങൾ തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങണമെന്നൊന്നുമില്ല, ഒരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങുക എന്ന് ഉദ്ദേശിച്ച് തുടങ്ങി. ആദ്യം ഹോം ഫർണിഷിങ്ങിൻ്റെ കർട്ടനാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം ആദ്യം 5 വരെ ഇട്ട് തുടങ്ങി. ആ സന്ദർഭത്തിൽ കൊറോണ വന്നപ്പോൾ നമുക്കറിയാം എല്ലാം ലോക്ക്ഡൗൺ ആയതോടുകൂടി നമ്മുടെ കമ്പനിയും ലോക്ക്ഡൗൺ ആയി. ശേഷമാണ് അവിടെയുള്ള സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ 200 സ്ത്രീകൾ അപേക്ഷയുമായി വന്നത് ഞങ്ങൾക്ക് തൊഴിലുമായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമീപിക്കുകയായിരുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തുടങ്ങിയത് എന്താണോ അതിന് ഒന്നും കൂടി ശക്തി പകരുന്നതായിരുന്നു അവരുടെ ആവശ്യം എന്നുള്ളത്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ ഫാഷൻ്റെ മേഖലയിലേക്ക്, ഗാർമെൻറ്റ്സ് മേഖലയിലേക്ക് ആലോചിച്ചത്. അന്ന് തുടക്കം കുറിച്ച അതായത് കൊറോണയുടെ 2020 ഉടനെ നമ്മൾ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ എപ്പോഴാണ് നമുക്ക് ഓണായി കിട്ടിയ ആ സന്ദർഭത്തിൽ തന്നെ എക്കോറ തുടങ്ങുവാൻ കഴിയും. അതിനുശേഷം ആ സന്ദർഭത്തിൽ തന്നെ 60 സ്ത്രീകളെ അതിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥാപനം തുടക്കം കുറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 500 ആ സ്ഥലത്തുള്ള 500 സ്ത്രീകൾക്ക് ജോലി കൊടുക്കണമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ സൈറ്റും ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 500 പേരെ ജോലി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ എക്കോറയിൽ നിന്ന് ഉള്ള സാമ്പത്തിക ലാഭത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ 2000 വീട് എന്ന് പറയുന്ന ഗ്രാമത്തെ 2040 ഇന്ത്യയിലെ നമ്പർ 1 വില്ലേജ് ആക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രൊജക്റ്റാണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് അൽഹംദുലില്ലാ എല്ലാ അർത്ഥത്തിലുമുള്ള നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും അകമഴ പിന്തുണയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ ഇടപെടലും പ്രാർത്ഥനയും ഉണ്ട് എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളെ ഈ ബ്രാൻഡിനെയും എക്കോറ എന്നുള്ള ബ്രാൻഡിനെയും 2040 അന്താരാഷ്ട്ര വിപണന മേഖലയിൽ ഒരു നല്ല ബ്രാൻഡായി, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമായി എല്ലാവർക്കും അതൊരു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂ ബേസായ ഒരു കമ്പനി എന്നുള്ള നിലക്ക് തന്നെ വാല്യൂ ബേസായ പ്രൊഡക്റ്റും കൂടി ആയിക്കൊണ്ട് ഒരു സാംസ്കാരിക കൈമാറ്റം കൂടി ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായി മാറണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും വേണമെന്നാണ് ഈ അവസരത്തിൽ ഉദ്ദേശിക്കാനുള്ളത്. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചായിരുന്നു. ഒരു കളക്ഷൻ എടുത്തുകൊണ്ട് പൈസ എടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് അല്ല, മറിച്ച് നാട്ടിലുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ക്രിയാത്മകമായി വളർത്തിയെടുത്തുകൊണ്ട് അവരെ സ്വയം പര്യാപ്തമാക്കിയെടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നേരത്തെ തീരുമാനിച്ചായിരുന്നു ഒരു സാമ്പത്തിക കൈമാറ്റം അവിടെ നടക്കപ്പെടുകയില്ല, സാമ്പത്തികമായിട്ട് ആരും ഒന്ന് വാങ്ങുകയോ ആർക്കും ഒന്നും കൊടുക്കുകയില്ല, മറിച്ച് ഓരോ വീടിനെയും ശാക്തീകരിക്കുക. പ്രത്യേകിച്ചിട്ട് കുട്ടികളിലാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധ വന്നത്. വരും തലമുറയിലെ കുട്ടികളെ ഏറ്റവും വാല്യൂ ബേസ്ഡായ മൂല്യവത്തായ കുട്ടികളാക്കി മാറ്റിയെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് അവർ എത്തിക്കുക എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2040 ആകുന്നതോടുകൂടി IPS-ലും IAS-ലും ഒക്കെയുള്ള കുട്ടികളെ ആക്കിയെടുക്കുവാനുള്ള വിവിധ പദ്ധതികളും ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റിഫ ചേംബർ ഓഫ് കൊമേഴ്സ്, RIFAH റിഫ. ഇതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും. റിഫ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ശരിക്കും SMEs, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും അതിൻ്റെ ഓൺട്രപ്രണേഴ്സിനെയും എല്ലാം അവരുടെ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനും അതിന് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ്. റിഫ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും അതുപോലെ ഗോവ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അനീസ് സാഹിബ്. സോ റിഫ ചേംബർ ഓഫ് കോമേഴ്സ്, because here I think the problem is Kerala doesn't have a chapter, right? So yeah, apart from Kerala they have how many chapters do you have? 17 chapters across India. So just give us a brief about what RIFAH does. Even RIFAH is having a business expo on November, the coming month in Hyderabad. So it's a huge business.
So please give us light about what RIFAH does. RIFAH Chamber of Commerce is a Jamaat initiative for the economic empowerment of businessmen across India. So it started in the last Mikat, and the last Mikat was focused more on awareness among the community, that we have to develop economically and uplift the community. So most of the programs were entrepreneurship development and introduction of RIFAH in different 17 states of India. This Meekat, we are focusing more on events and networking, and we have different departments at national level. One of the department is Entrepreneurship Development Program, and the focus of RIFA, the mandate for RIFA is to bring out more and more entrepreneurs in the society, because today we see unemployment is a very big issue in India, and we also have this discrimination in the government sector and the private sector. So we need a breed of entrepreneurs who can do it big at national and international level. So the Department of EDC, Entrepreneurship Development Cell, is focusing on such programs. So we are having programs at unit level, state level for the development of the community, guiding them and channelizing them, those people who are new to entrepreneurship, who are young, who want to do business. So that is one department. Then we have a department of new networking. So this networking department will have meets every month in the city, and Telangana, Maharashtra, Karnataka are the most active RIFA states now. And every city, if you take Karnataka, Bangalore, Mysore, Hubli, they will have their regular monthly meets. It will be a professional meet, and more and more people are joining RIFA, and they want to be associated with RIFA. There is another department which is international department, which I am also a core part of. We are trying to take people out of India to explore global business. So till now, in the last 4 or 5 years, we have taken delegations to Bangladesh, we have taken delegations to Dubai, to Saudi, and next year we are planning to take a delegation to Africa. So in these delegations, we usually select one exhibitions like food or construction. So the delegation will visit the expo. Then we have a B2B meet wherein we arrange, since we are now focusing on GCC countries, we have a very good base of businessmen from our community. So we have a B2B meet, then we take a guided tour. Like if you want to do business in Dubai, what are the compliances, what are the challenges, how you can connect, how you can network. So this is international community. Then we have a department of finance and taxation. So this will guide people who want to know more about Islamic finance, into taxation, all this. So RIFA has a number of, and one cell is cluster formation, which is associated with the things we are discussing now. You see, government of India has a scheme, like there are maybe in a place there are 50 people who are doing business in dry chili, and they are giving it to a supplier who is converting into a chili powder and who is supplying throughout India. So government of India has come up with a scheme where 50 people or even minimum 20 people, if they decide that they need a grinding machinery, one machinery which will cost maybe 50 lakhs, 1 crore, 5 cr, 10 cr. So government will give subsidy of 90%. If it's a 5 CR machinery, government will give 4.5 CR. And the 50 people will just need to invest 50 lakhs. So 1 lakh each. And it's not, I mean, you need not repay the government. It is, the government is giving it to you. You need not repay. So RIFA has a cluster development department, and till now around 8 or 10 clusters RIFA is working on. It's a lengthy process, but we have our consultants who are very core part of RIFA, and very soon you will see that RIFA will be successfully starting with 3 to 4 clusters, especially focusing on Karnataka and Maharashtra. So Kerala is not a part of RIFA, but we with Suhail bhai and Sajid bhai are discussing how we can network, because Solidarity has a solid business club, and like Sajid bhai said that Kerala people don't consider outside Kerala part
they part of India. So we are trying to integrate and see how we can effectively take this up and do it in a professional manner. That was nice. So one important thing when you say about community empowerment, സമുദായ അല്ലെങ്കിൽ സാമൂഹിക ശാക്തീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ, this is a question towards you. Let me just ask in Malayalam and then I'll come back. So സമൂഹ അല്ലെങ്കിൽ സാമുദായിക ശാക്തീകരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ട്രേഡ് ആൻഡ് കോമേഴ്സിന് പകരം അല്ലെങ്കിൽ അതിനപ്പുറം സ്ട്രാറ്റജിക് ഏരിയാസ് ഉണ്ട്. 5 മേജർ സ്ട്രാറ്റജിക് ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി അത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദാറ്റ് ഈസ് എൻ അസെറ്റ് ഫോർ ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്. അതിലൊന്നാണ് പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, രണ്ടാമത്തത് IT, മൂന്നാമത്തത് ഫാർമ ഇൻഡസ്ട്രി, അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ്, അഞ്ചാമതായിട്ട് ആംസ് ആൻഡ് ആമിനിഷൻസ്. ഈ 5 മേഖലകളിൽ പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അത് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യു ക്യാൻ സേ ദാറ്റ് ദിസ് കമ്മ്യൂണിറ്റീസ് ആക്ച്വലി ദിസ് പർട്ടിക്കുലർ ഏരിയാസ് ആർ പ്ലേയിങ് എ മേജർ റോൾ in empowering this particular community. Appa, what are the steps that we can take in order to push or to motivate and basically inspire a community? What is RIFAH doing in this, or how can the community take initiatives to basically put hands into these strategic areas, namely oil and gas, IT, pharma, arms and ammunitions, and also these areas of financial services. So yeah. So today we see that the 5 industries which Suhail bhai has described, they are controlling the society. You take the arms and ammunitions or the oil and gas, IT, you see all big names, Meta, Alphabet and Starlink, and arms and ammunitions like one F-35 will cost around 1,000 crores, and you can imagine the profit. So these profits at a very big scale, when they have hands on this money, they use it for the wrong reasons. I mean, they can bring in any immoral values and all sorts of social evils. So we as Muslims in our golden age, we were the social entrepreneurs, the visionaries, we were the startups. We gave all the new things in the society, be it optics, be it any part, algebra or surgery. We were the brains behind every startup in the golden age. But that is not coming out from the community. So we have to bring out this new startups, new concepts, and we have to reach at a level that, because someone manufacturing textile or biscuits or cement, we cannot make that much profit that we can transform the society. Because we as a community, we are the Khalifa of Allah. We have to bring a change in the society. And we cannot bring a change unless we go to that level, like the oil and gas or the pharma. Because the COVID, now we know that it has been brought out by the pharma companies. So how can we fight such companies? How can we stop those companies from spreading evils in the society? We have to go at that level. So once we go at that level, maybe we can bring peace and harmony, the social transformation, or the injustice what is happening we see in the society today. Okay, that was quite insightful. We come to the end of this particular session. നമ്മൾ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഈ ഒരു സെഷൻ അടിസ്ഥാനപരമായിട്ട് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്, കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് എന്ന മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാനുള്ളൊരു സെഷൻ കൂടിയായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയെ നമ്മളിപ്പോൾ സംസാരിച്ച ശരിക്കും മുസ്ലിം ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് ഇന്ത്യ, മുസ്ലിം കമ്മ്യൂണിറ്റി, അതിൻ്റെ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഇവിടെ പിന്നെ പരാമർശിക്കപ്പെട്ടത്. അതിൽ പിന്നെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് വിഷൻ 2016, അതുപോലെ തന്നെ 2026, അതുപോലെ നമ്മുടെ പിന്നെ റിഫാ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ ഇക്കോറ സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങളെ മുമ്പാകെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഇവരുടെ ഈ സ്ഥാപനങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയിട്ട് ഡൽഹിയിലേക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹൈദരാബാദിലേക്ക് പോവുക, അതുപോലെ നാദാപുരത്തേക്ക് യാത്ര ചെയ്യുക. കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് കിട്ടും. അടുത്ത തലമുറക്ക് കൈമാറേണ്ട ഏറ്റവും വലിയൊരു പാഠമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് കൈമാറാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു ഇത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു. വാഖിറുദ്ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.